ഹലോ ഹലോ. നമസ്കാരം. സന്ധ്യാവിഷൻ സിയാറ്റിൽ. ഞാൻ സുകുമാരൻ, വയസ്സ് 38, കല്യാണം കഴിച്ചിട്ടില്ല. ന്യൂസ് അവർ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ആദ്യമായി ഒളിമ്പിക്സ് ന്യൂസ്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അമ്പെയ്ത്തിൽ സ്വർണം നഷ്ടമായി. റഫറിക്ക് ഒരു കണ്ണു. ഇന്ത്യയുടെ അഭിമാന താരമായ തങ്കപ്പന് 100 മീറ്റർ ഓട്ടത്തിന് ശേഷം സ്വർണം ലഭിച്ചു. കൂടെ ഓടിയ ജപ്പാൻകാരന്റെ സ്വർണ്ണ അരഞ്ഞാണ് തങ്കപ്പന് ട്രാക്കിൽ കിടന്നാണ് കിട്ടിയത്. സിയാറ്റിൽ വർദ്ധിച്ചു വരുന്ന ചട്ടമ്പികളുടെ എണ്ണം കണക്കിലെടുത്ത് ചട്ടമ്പി സ്വാമികളുടെ ഒരു ആശ്രമം പണിയാൻ തീരുമാനമായതായി ശ്രീ ഗുരു രാജഗോപാല ആർഗശ്ശേരി അറിയിച്ചു. സിയാറ്റിലെ മലയാളി പുരുഷന്മാർക്ക് ഹോട്ട്ലക്കിന്റെ അവസാന മണിക്കൂറിൽ കണ്ടിരുന്ന അയ്യോ ഐസ് ക്യൂബ് മാത്രം ബാക്കിയാണല്ലോ എന്ന മനോവിഷമം 15.8692% കുറഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഫ്രെഡ്മെയറും സേഫയും മറ്റുമാണത്രേ കാരണം. നടി ശ്വേതാ മേനോൻ പ്രസവിച്ചു. വെറുതെ അല്ല ഭർത്താവ് എന്നിപ്പോൾ തനിക്ക് മനസ്സിലായതായി ശ്രീമതി ശ്വേതാ മേനോൻ അറിയിച്ചു. അടുത്തതായി കേരള മനസാക്ഷിയെ ഞെട്ടിവിറപ്പിച്ച സിയാറ്റിൽ മലയാളി സമൂഹത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത്. സിയാറ്റിലെ കോട്ടിട്ട മലയാളികളിൽ MC രാകേഷ് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ മസിലുള്ള എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ശ്രീ ബോണി മാത്യുവിന് ഇന്നത്തെ ഓണസദ്യയിൽ അവിയൽ 4ാമത് വിളമ്പിയില്ല എന്ന വിവാദ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ശ്രീ പുഷ്പൻ മുഖവംശം ലൈനിലുണ്ട്. ശ്രീ പുഷ്പൻ. ഹലോ. ശ്രീ പുഷ്പൻ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സുകുമാരൻ. ശ്രീ പുഷ്പൻ, ഓണസദ്യയിൽ എന്താണ് നടന്നത്? ബോണിക്ക് എന്തുകൊണ്ടാണ് അവിയൽ 4ാമത് കൊടുക്കാത്തത്? കോട്ടിട്ടത് വരാത്തത് കൊണ്ടാണോ? അതോ ഇംഗ്ലീഷിൽ ചോദിക്കാത്തത് കൊണ്ടാണോ? എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? ഏത് ടേബിളിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്? ഏത് ഷിഫ്റ്റിലായിരുന്നു ഈ സംഭവം നടന്നത്? പറഞ്ഞോളൂ പുഷ്പൻ. സുകുമാരൻ, ഇവിടെ ഏതാണ്ട് ഒരു 10-10:30 കൂടിയാണ് ആളുകൾ എണീറ്റതെന്ന് തോന്നുന്നു. 12 മണിയോട് കൂടിയാണ് സദ്യ തുടങ്ങിയത്. ആദ്യത്തെ പന്തിയിൽ തന്നെ ഇടിച്ചു കയറിയിരുന്ന ബോണി മാത്യുവിന് ഒരു സ്മോൾ തവിയുമായി നടന്ന ആരോ ആണ് വിളമ്പാതിരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സുകുമാരൻ. നന്ദി പുഷ്പൻ. നേരത്തെ അറിയുന്നതിലും വളരെ ഗൗരവതരമായി ഈ സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണ്. സദ്യയിൽ സ്മോൾ തവിയിൽ കൊണ്ടു നടന്ന് വിളമ്പുകയാണ് എന്നുള്ള ഒരു പുതിയ വാർത്തയാണ് നമ്മൾക്ക് നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാര്യങ്ങളാകെ കുഴിഞ്ഞു മറിയുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് ശ്രീ പുഷ്പനിലേക്ക് പോകാം. ശ്രീ പുഷ്പൻ, എത്ര പേർക്കാണ് സ്മോൾ വിളമ്പിയത്? ഏത് ബ്രാൻഡാണ് വിളമ്പിയത്? ഇനിയുടെ ഏത് ഭാഗത്താണ് വിളമ്പിയത്? അച്ചാറിന്റെ തൊട്ടടുത്തായിരുന്നോ? കൂടെ വെള്ളവും കൊടുത്തോ? ഇനിയും അല്പമെങ്കിലും സ്മോൾ അവിടെ ബാക്കി ഉണ്ടാകുമോ? പുഷ്പൻ. ഹലോ പുഷ്പൻ. പുഷ്പന്റെ ലൈനിൽ അതുപോലെ എന്തോ തകരാറുണ്ട്. ഈ സമയം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ ഏതാനും പ്രമുഖ വ്യക്തികൾ എത്തിക്കഴിഞ്ഞു. അവരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി സദ്യ വിളമ്പൽ തൊഴിലാളി കോൺഫെഡറേഷൻ ഗ്രൂപ്പ് നേതാവ് ശ്രീ വട്ടയില ശശി. എല്ലായിടത്തും ബോയ്സിനെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ രാപ്പെണ്ണം ഉണ്ടാക്കി. മൈക്രോസോഫ്റ്റ് IT വിഭാഗം മേധാവി ശ്രീ ബേബിക്കുട്ടൻ. കേരള അസോസിയേഷന്റെ പ്രസിഡന്റും ഫേസ്ബുക്കിലെ ലൈക്കഡി ഗ്രൂപ്പിന്റെ ആഗോള പ്രസിഡന്റുമായ ശ്രീ ബിജൂസ് കറിയ എന്നിവർക്ക് സ്വാഗതം. ശ്രീ ബിജു, സിയാറ്റിൽ മലയാളികളുടെ പാർപ്പിട സ്വപ്നങ്ങളെ പൂവണിയിക്കുന്ന ശ്രീ ബോണി മാത്യുവിന് 4ാമത് അവിയൽ നൽകിയിട്ടില്ല എന്ന ഈ സങ്കീർണമായ വിഷയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? 2 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ അസോസിയേഷനെ മുൻനിർത്തി എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ ബിജു? അതായത് ഞാൻ പറഞ്ഞു വരാൻ തുടങ്ങിയത്. തിരിച്ചു വരാം ശ്രീ ബിജു. ശ്രീ വട്ടയില ശശി, വിളമ്പി കുടുംബങ്ങളെ വരെ വിളിപ്പിച്ച പാരമ്പര്യമുള്ള താങ്കളുടെ രാഷ്ട്രീയ കണ്ണാടിയിലൂടെ ഈ സംഭവത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ശ്രീ വട്ടയില ശശി?
ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ വിളമ്പുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു അപാകത ഉണ്ടായതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടാതെ ഞങ്ങളുടെ ഹൈക്കമാൻഡ് നേതാവ് ശ്രീ പി എം മാത്യു ഇത് അംഗീകരിക്കുന്നുണ്ട്. കലവറയിൽ നിന്നും സന്തോഷ് നായർ അവിയലിൻ്റെ ചെമ്പെടുത്ത് സന്തോഷ് പിള്ളയ്ക്ക് കൊടുക്കുകയും സന്തോഷ് പിള്ള അത് സന്തോഷ് മൂലയിൽ നിന്ന് പാസ് ചെയ്യുകയും മൂലയിൽ അത് ഗോൾ അടിക്കാതെ സന്തോഷ് പടിയത്തിന് കൈമാറിയതായും തെളിവുണ്ട്. നന്ദി ശ്രീ വട്ടീല ശശി. മ്യൂസിക് ഈസ് ദ നെയിം ഓഫ് ദ ലവ്, പപ്പി യുവർ നെയിം ഈസ് ലവ് എന്ന് പാടിയ യുവതലമുറയുടെ ഹരമായ സന്തോഷ് പണ്ഡിറ്റ് പോലും ഇവിടെ വിളമ്പാനെത്തി എന്നതിനെ കുറിച്ച് കേരള അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് ഏറെ പറയാനുണ്ടാകുമല്ലോ. താങ്കളുടെ വിശദീകരണത്തിനായിട്ട് പ്രേക്ഷകർ കാതോർത്തിരിക്കുകയാണ്. ശ്രീ ബിജു, പ്രതികരിച്ചാലും. അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ ശരിയാണ് ശ്രീ ബിജു, വളരെ നന്ദി. ശ്രീ ബേബിക്കുട്ടൻ, എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? Basically, Aviel, fundamentally, before we go into the details, let us go back to the design scenarios. എനിക്ക് തോന്നുന്നത് ആ ഫങ്ഷൻ കോളിലെ ചില ആർഗ്യുമെൻറ്റ്സ് പാരാമീറ്റേഴ്സ് വഴി പാസ് ചെയ്തത് ശരിയായില്ല എന്നതുകൊണ്ടാണ് പ്രൊആക്റ്റീവായിട്ട് നമുക്ക് ഡിഫക്ട് പ്രിവെൻഷൻ ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ്. If I remember correctly, it was way back in 1960. There was a white paper which was published in Mumbai University. Smalling, coming to it, I'm not very much into blue or black label. Personally, I prefer Tusker and Pandora. നന്ദി ശ്രീ ബേബിക്കുട്ടൻ. ബോണി മാത്യുവിന്റെ 4ാമത് അവിയൽ വിളമ്പാത്തതിനെ കുറിച്ച് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് സംസാരിച്ചത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു വേണമല്ലോ. ഇത്രയധികം അറിവ് നമുക്ക് പകർന്നു തന്നതിന് വളരെ നന്ദി. ശ്രീ ബിജു, ഈ വിഷയത്തിൽ ആധികാരികമായി പ്രതികരിക്കാനായി നിങ്ങൾ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. പ്രതികരിക്കൂ ശ്രീ ബിജു, പ്രതികരിക്കൂ. വളരെ നന്ദി ശ്രീ ബിജു, ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിനും. തുടർന്നും ഫേസ്ബുക്കിൽ നിങ്ങളുടെ ലൈക്സ് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ചർച്ചകൾക്കായി തിരിച്ചു വരാം. അതിനു മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം തിരിച്ചു പോയി ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ ഉത്സവപ്പറമ്പുകൾ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്യുന്നു. കൂലിത്തലിനോടനുബന്ധിച്ചുള്ള ഒളിച്ചത്തറി തികച്ചും സൗജന്യം. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. നിങ്ങളുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ വഴിയും കൊട്ടേഷനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. 2006 ഏപ്രിൽ മുതൽ ഗുണ്ടബിനു അടി ആൻഡ് പിടി കോളേജിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വികലാംഗ പെൻഷനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകുന്നു. കാലങ്ങളായുള്ള സേവനം, വഴിപിടിച്ച ജീവിതം, ഞങ്ങളുടെ മുഖമുദ്ര. ഗുണ്ടബിനു. ഗുണ്ടബിനു. ബ്രേക്കിന് ശേഷം എല്ലാവർക്കും ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പുഷ്പിന്റെ ലൈൻ കണക്റ്റ് ആയെന്ന് തോന്നുന്നു. പുഷ്പൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയാണോ? അവിടുത്തെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെ വിവരങ്ങളാണ് നൽകാൻ കഴിയുക പുഷ്പൻ? സുകുമാരൻ, സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ വിവിധ സംഘടനകളായ ടീം തരികിട, ചെമ്പട, ജയഗവർ തുടങ്ങിയവർ പ്രകടനമായി എത്തിക്കഴിഞ്ഞു. ശ്രീ ബോണിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വലിയത്താന്റെ നേതൃത്വത്തിൽ അരമണിക്കൂർ മുമ്പ് നിരാഹാര സമരം വരെ ആരംഭിച്ചു കഴിഞ്ഞു. സുകുമാരൻ, നന്ദി പുഷ്പൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇലയിൽ സ്മോൾ വിളമ്പുന്നുണ്ട് എന്ന് കേട്ടത് കൊണ്ടാണ് ഇവരെല്ലാം ഇരച്ചിരിച്ചെത്തുന്നത്. പുഷ്പൻ, ഞങ്ങളൊരു ക്യാബ് പിടിച്ച് പെട്ടെന്ന് എത്തിയാൽ സ്മോൾ അല്പമെങ്കിലും ബാക്കിയുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? പുഷ്പൻ. സുകുമാരൻ, ഇലയിൽ സ്മോൾ വിളമ്പി എന്നല്ല പറഞ്ഞത്, ഒരു സ്മോൾ തവി കൊണ്ട് അവിയൽ വിളമ്പി എന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. സുകുമാരൻ, നന്ദി പുഷ്പൻ. വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വിവരമാണ് പുഷ്പനിൽ നിന്ന് പുതുതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഓണസദ്യയിൽ സ്മോൾ വിളമ്പിയിട്ടില്ല, സ്മോൾ തവിയിൽ അവിയലാണ് വിളമ്പിയത്. ശ്രീ പുഷ്പൻ, കൂടുതലായി എന്തെങ്കിലും അന്വേഷിച്ചറിഞ്ഞോ? ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സുകുമാരൻ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പന്തിയിലിരുന്ന ബോണി മാത്യു അവിയൽ എന്ന് ചോദിച്ചത് ഐ വിൽ എന്ന് കേട്ടത് കൊണ്ടാണ് വിളമ്പാഞ്ഞതെന്ന് പത്രക്കാരൻ സണ്ണി നമുക്കിപ്പോൾ നൽകുന്ന വിവരം. സുകുമാരൻ, ന്യൂസ് അവർ അവസാനിക്കാനായിരിക്കുന്നു. പതിവ് പോലെ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവും ഈ വിഷയത്തിലുമില്ല. ബോണി മാത്യുവിന് 4ാമതും അവിയൽ നൽകാത്തതിനെ കുറിച്ച് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നോ എന്നും, നോ എന്നാണെങ്കിൽ യെസ് എന്നും ഞങ്ങൾക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട വിലാസം ബോണി സ്പേസ് സ്കോട്ട് സ്പേസ് അവിയൽ.
കൂടാതെ ഞങ്ങളുടെ ഫോൺ നമ്പർ 007, ഹിന്ദിയിൽ 007, തമിഴിൽ 117. ന്യൂസ് വരെ ഇവിടെ അവസാനിക്കും.